പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലവും തെങ്ങുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലും. പിന്നെ പാറക്കെട്ട്, പിന്നെ ഈ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നല്ലൊരു ബീച്ച്. നല്ല കടലടിക്കുന്നതൊക്കെ നല്ലതായിട്ട് കാണാം. തിരയടിച്ച് പോകുന്നത്, നല്ല ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അടിപൊളി തിരയാണ്. അങ്ങ് അറ്റം പോലെ തിരയടിച്ച് ഇങ്ങനെ ഒഴി അങ്ങ് അറ്റം വരെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അവിടെ പോയിരുന്ന വീഡിയോ എടുത്തിട്ട് പോലും ഇത്ര ഇതായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഈ ലൈറ്റ് ഹൗസിൽ വന്നപ്പം സെറ്റാ സാധനം, പൊളി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പൊളിയാണ്. ഇവിടെ കൊച്ചു പിള്ളേർക്കൊക്കെ വേണ്ട ഇവിടെ ഈ ചെറിയ പാർക്കൊക്കെ ഉണ്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകിട്ട് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് എൻജോയ്മെന്റ് ചെയ്യാം, അങ്ങനെ പറ്റിയ സ്ഥലമാണ്. ശരി, അപ്പൊ നമുക്ക് മുകളിലോട്ട് നോക്കാം. അപ്പൊ ഇവിടെ 3 പേര് ഇരിപ്പുണ്ട്. കണ്ട, ഇവിടെ ഒരു മുയല്. ഇവിടെ ഒരു ആശാൻ, പറയാ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഒരു ആശാൻ ഇരിപ്പുണ്ട്. 2 പേരാണ് ഇവിടെ കാണാൻ വേണ്ടി. നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം. നമുക്ക് മുകളിലോട്ട് പോയി ലൈറ്റ് ഹൗസിൽ കൂടി പോവാം. ബാ. ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കോ. നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളും നല്ല കാറ്റും നല്ലൊരു എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഇതാണ്. അതെ, നമ്മൾ താഴോട്ട് വന്ന പോലെ നമുക്ക് ഇത്ര എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈറ്റ് ഹൗസിൽ വന്നിട്ടും ഭയങ്കര എൻജോയ്മെന്റാണ്. സൂപ്പറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാണാൻ അടിപൊളി സ്ഥലവും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ലൈറ്റ് ഹൗസിൽ കൂടി ഒന്ന് കയറാം. എത്ര വർഷം കൊണ്ട് നമ്മളിവിടെ താമസിക്കുന്നത്, എന്നിട്ട് നമുക്ക് ഈ ലൈറ്റ് ഹൗസിൽ നമ്മൾ ഇതുവരെയും വന്ന് കയറിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇന്ന് ഈ ലൈറ്റ് ഹൗസിൽ കൂടി ഒന്ന് പോയി നോക്കാം. ബാ, ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. കണ്ടോ, മുകളിലുള്ള ആൾക്കാർ ഇരിക്കുന്നതാണ്. ബാ. പുല്ലില് ചവിട്ടരുത്. ഇപ്പൊ നമ്മള് ലിഫ്റ്റുണ്ട് മുകളിൽ പോകാൻ വേണ്ടി. നമ്മള് ലിഫ്റ്റിൽ കയറിയില്ല. ഒരാൾക്ക് 30 രൂപയുള്ളൂ ടിക്കറ്റ്. നമ്മൾ 2 പേരുണ്ട്. 2 പേര് എക്സസൈസ് ആവട്ടെ. നടന്നാണ് ശരീരമൊക്കെ ഒന്ന് ഇതാണ്. നമ്മൾ നടന്നു വരികയാണ്. ബീച്ചിലോട്ട് നോക്കിയാൽ ഈ ഗ്ലാസ് വഴി അടിപൊളിയായിട്ട് അതുകൊണ്ട് വള്ളം പോകുന്നവരെ കാണാം. കണ്ട, മീനും കൊണ്ട് വള്ളം പോകുന്നതുണ്ടോ? കണ്ടോ കണ്ടോ, മീനും കൊണ്ട് പോകുന്നതാണ് വള്ളം. കണ്ടോ, ഇവിടുത്തെ കാഴ്ച. അടുത്ത ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, കുറേ തെങ്ങുകളും മരങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ഇതെല്ലാം കാണാൻ പറ്റും. ഇവിടെ അവിടെ നിന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടോ കണ്ടോ, അവിടെ നിന്നൊക്കെ വെള്ളം അപ്പുറത്ത് അങ്ങ് വെള്ളം പോയി വെള്ളങ്ങൾ അവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ വെള്ളം ഉണ്ട്.
ആ സൈഡിലൊക്കെയാണ് വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മീൻ കൊണ്ടുവരുന്നത് ഇതാണ്. ലൈറ്റ് ഹൗസിന്റെ അവിടെ പാർക്കുകൾ സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വന്ന് എൻജോയ്മെന്റ് ചെയ്യാം. ഇവിടെ കുറച്ച് വെള്ളമൊന്നും അപ്പോൾ അങ്ങനെ നമ്മുടെ കയറുന്നവർക്ക് 30 രൂപയുള്ളൂ ടിക്കറ്റ്. വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടെ വന്ന് എൻജോയ്മെന്റ് ചെയ്ത് പോകാൻ പറ്റും. വൈകിട്ട് ടൈമിനാണ് ഏറ്റവും കൂടുതൽ നല്ലത്. എന്ന് വെച്ചാൽ വെയിലൊന്നും കാണത്തില്ല, നല്ലതായിട്ട് വന്ന് എൻജോയ്മെന്റ് ചെയ്യും. ഈ ഭാഗത്തോട്ടൊക്കെ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു ഇതാണ് പേടി അല്ലേ. ആൾക്കാരുടെ ക്യൂ ഉണ്ടോ? അതുകൊണ്ട് അങ്ങോട്ട് കാണിച്ചോണ്ട് ആൾക്കാർ കയറിയിട്ട് ഇറങ്ങി. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ഇനി വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്ന കൊടുത്ത് ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ.